ഇപ്പോഴത്തെ കാലത്ത് പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും അല്ലാത്തവർക്കും ഇന്ന് ജീവിക്കുന്ന ഒട്ടേറെ ആളുകൾക്കില്ലാത്തൊരു സാധനമാണ് അനുസരണം. ഒരാൾ പറഞ്ഞാലും കേൾക്കാത്ത ഒട്ടേറെ പേരുണ്ട്. ചിലരൊക്കെ ചിലത് പറഞ്ഞാൽ കേൾക്കും, എന്നാൽ ആരും പറഞ്ഞാൽ കേൾക്കാത്ത, തലയ്ക്ക് കൈവച്ച് ചിലർ പ്രാകാറുണ്ട്, ഇവൻ ആര് പറഞ്ഞാലൊന്ന് കേൾക്കും എന്നൊക്കെ. പക്ഷേ ഇത്രയും അനുസരണാശീലമുള്ള, പറഞ്ഞാൽ കേൾക്കുന്ന, അഭ്യർത്ഥിച്ചാൽ അതുപോലെ ഉൾക്കൊള്ളുന്ന ഒരാളെ ഇന്ന് ഭൂമുഖത്തുള്ളൂ. അതാരാന്നറിയോ നിങ്ങൾക്ക്? ട്രംപ്. നമ്മൾ ഡൊണാൾഡ് ട്രംപ്, നമ്മുടെ ഫ്രണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് യുദ്ധങ്ങളെല്ലാം മാറ്റിവെച്ചത് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചത് കൊണ്ടാണെങ്കിൽ ഇപ്പോൾ തവിടുപൊടിയാക്കാനിരുന്നതാണ് ഇറാനെ. തവിടുപൊടിയാക്കി നശിപ്പിക്കാൻ ഉത്തരവ് നൽകാനിരുന്നപ്പോഴാണ് സൗദി അറേബ്യയും ഖത്തറും പിന്നെ അതുപോലെ തന്നെ മറ്റ് ചില രാജ്യങ്ങളും ഒക്കെ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത്. അണ്ണാ കൊല്ലല്ലേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൊല്ലാതിരിക്കുന്നതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇതേ കുറിപ്പിങ്ങനെയാണ്: ഐ ഹാവ് ബീൻ ആസ്ക്ഡ് ബൈ ദ എമിർ ഓഫ് ഖത്തർ തമീം ബിൻ അഹമ്മദ് അൽ താനി, the Crown Prince of Saudi Arabia Mohammed bin Salman Al Saud, and the President of United Arab Emirates Mohammed bin Zayed Al Nahyan to hold off on our planned military attack of Islamic Republic of Iran, which was scheduled for tomorrow. In that, serious negotiations are now taking place, and that, in their opinion, as great leaders and allies, a deal will be made which will be very acceptable to the United States of America as well as the countries in the Middle East and beyond. നാളെ നടത്താനിരുന്ന ആക്രമണം ആശാൻ പിൻവലിച്ചിരിക്കുന്നു. അനുസരണയുള്ള ആശാൻ പിൻവലിക്കാൻ കാരണം ഖത്തർ അമീർ, സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ്, UAE പ്രസിഡൻറ്റ്, അവരെല്ലാവരും നമ്മുടെ വലിയ സുഹൃത്തുക്കൾ, ആശാൻ്റെ വലിയ സുഹൃത്തുക്കളിൽ ലോകത്തിലെ വലിയ നേതാക്കളുമാണെന്ന് ആശാൻ ഉര ചെയ്യുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ചർച്ചയിലൂടെ ഉണ്ടായിത്തീരുന്ന അമേരിക്കയ്ക്ക് സ്വീകാര്യമായ കരാർ അത് മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങൾക്കും അതിനപ്പുറവും വലിയ സ്വീകാര്യതയുള്ളതായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ആശാൻ തൽക്കാലം ഇതിനാൽ മറ്റൊരറിയിപ്പുണ്ടാകുന്നത് വരെ മാറ്റിവെച്ചിരിക്കുന്നു. ഇനി മാറ്റിവെക്കുമ്പോൾ ആശാൻ പിന്നീട് പറയും: ദ ഡീൽ വിൽ ഇൻക്ലൂഡ് ഇമ്പോർട്ടൻ്റ്ലി നോ ന്യൂക്ലിയർ വെപ്പൺസ് ഫോർ ഇറാൻ. ബേസ്ഡ് ഓൺ മൈ റെസ്പെക്ട് ഫോർ ദ എബോവ് മെൻഷൻ ലീഡേഴ്സ്, ഐ ഹാവ് ഇൻസ്ട്രക്റ്റഡ് ദ സെക്രട്ടറി ഓഫ് വാർ പെറ്റ് ഹെക്സിത്ത്, chairman of the Joint Chief of Staff General Daniel Kane, and the United States military that we will not doing the scheduled attack of Iran tomorrow, but have further instructed them to prepare to go forward with full large-scale assault of Iran on a moment's notice in the event that an acceptable deal is not reached. Thank you for your attention to this matter, President Donald Trump. അതുകൊണ്ട് ആശാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഡീലിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഇറാൻ ഒഴികെയുള്ളവർക്കെല്ലാം ന്യൂക്ലിയർ ബോംബാകാം, ഇറാൻ ഒരിക്കലും ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല. അതെന്തിനാ? അത് ആശാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായ നമ്മുടെ നെതന്യാഹുവിന് എപ്പോഴും ആരെയും ഇഷ്ടം പോലെ ആക്രമിക്കാനുള്ള അവകാശം വേണമെങ്കിൽ ഇവൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഞങ്ങളുടെ യുദ്ധത്തിൻ്റെ ചാമ്പ്യന്മാരായ ചാമ്പ്യന്മാർ, അടിയുണ്ട് പുളിയും കുടിച്ച് നിക്കറും കീറിയ ചാമ്പ്യന്മാരോട് ഞാൻ അഭ്യർത്ഥിച്ചിരിക്കുന്നു, നിങ്ങളിപ്പോൾ തൽക്കാലം അടിക്കണ്ട എന്ന്. മാത്രവുമല്ല, നിങ്ങൾ പണി നിർത്തണ്ട, എല്ലാം ഉരുക്കൂട്ടി വെക്കുക. ഞാൻ എപ്പോഴെങ്കിലും ഇനി ഒരു നിമിഷം അടി എന്ന് പറഞ്ഞാൽ അടിക്കുക. എന്തുപോലെയെന്ന് വെച്ചാൽ ബാലരമയുടെ നമ്മുടെ ഒട്ടിപ്പോ നെയിം സ്ലിപ്പ് പോലെ, ഒട്ടിപ്പോ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പോണം. താങ്ക് യു ഡൊണാൾഡ് ട്രംപ്, ഇനിയും അടിക്കാതിരുന്നതിന്, ഇതിനു മുമ്പും അടിക്കാതിരുന്നതിന്, ഇനിയുള്ള വരാനുള്ള സന്ദർഭങ്ങളിലും അടിക്കാതിരിക്കുന്നതിന്. അന്നേരം നമുക്ക് വേറെ ആരുടെയെങ്കിലും അഭ്യർത്ഥന സ്വീകരിക്കാം. ഇപ്പോൾ പാകിസ്ഥാൻ്റെയും കഴിഞ്ഞു, പിന്നെ മിഡിൽ ഈസ്റ്റിലെ 3 രാജ്യങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് യൂഗോസ്ലാവിയയുടെ അഭ്യർത്ഥന മാനിച്ച് ആശാൻ അടിക്കത്തില്ലെന്നുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നതാണ്.